ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? ചരിത്ര പുസ്തകത്തിലും GK പഠനത്തിലും PSC ടെസ്റ്റിലുമെല്ലാം അത് C കേശവനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ BJP നേതാക്കൾക്കത് കമ്മ്യൂണിസ്റ്റുകാരും ദാമോദരനും ഒക്കെയാണ്. ഇതിനാ ഇങ്ങനെ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടെന്നല്ല, ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞു. എന്തിനാ? നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണ് പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണ് പഠിക്കണം. ശരി, ക്ഷോഭിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. സുരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഏതായാലും എന്റെ അറിവിൽ C കേശവനാണ്. ഇനി TGയും AN രാധാകൃഷ്ണനും എഡിറ്റേഴ്സ് അവറിലിരുന്ന് പറഞ്ഞത് മാത്രമല്ല, എല്ലാ ചാനലുകളിലെ ചർച്ചയ്ക്ക് പോയി BJP പ്രതിനിധികളെല്ലാം ഇതേ വർത്തമാനം പറഞ്ഞ് നാണം കെടുന്നതും കേരളം കണ്ടു. ഒടുവിലത്ത സാക്ഷാൽ കുമ്മനവും. ഇംഗ്ലീഷിലാണ് എഴുത്തെങ്കിലും TGക്കും ANനും പഠിക്കുകയാണ് കുമ്മനവും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്നാണ്, കോൺഗ്രസിന്റെ മൗനം. തങ്ങളുടെ നേതാവും മുൻ തിരുകൊച്ചി മുഖ്യമന്ത്രിയുമായ C കേശവന്റെ പ്രസംഗത്തെ മറ്റുള്ളവർ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും മൗനത്തിലാണ്. എന്തായാലും നമസ്കാരം. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറഞ്ഞത് C കേശവൻ എന്ന ഈഴവ സമൂഹത്തിലെ നേതാവാണ്, SNDP നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, ഒക്കെയാണ്. ആ കാലഘട്ടത്തിൽ അത് പ്രസക്തവുമായിരുന്നു. ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായി, തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കേന്ദ്രങ്ങളായിട്ട് ചില തൽപര കക്ഷികൾ അതിനെ മാറ്റിയപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ C കേശവൻ ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിച്ച ആളായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ക്ഷേത്രങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പറയുന്ന സ്വരാജ്, അത് വലിയ ഡയലോഗ് അടിക്കുകയാണ്. പക്ഷേ ഈ സ്വരാജാണ് പറഞ്ഞത് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഭക്തന്മാർക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാളികപ്പുറത്തമ്മയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിച്ച ആളാണ്. തീർന്നില്ല, മാളികപ്പുറത്തമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചും നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ എന്ന സങ്കല്പത്തെക്കുറിച്ചൊന്നും സ്വരാജിനോ കമ്മ്യൂണിസ്റ്റുകൾക്കോ അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് തന്നെയാണ്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ എന്നും എക്കാലത്തും അന്ധചിത്രങ്ങളെ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. അത് EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ജീവിത കാര്യങ്ങളൊന്നും എടുത്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് 2018 ശബരിമല വിഷയത്തിൽ രഹന ഫാത്തിമ എന്ന് പറയുന്ന ഹിന്ദുവല്ലാത്ത, ഭക്തയല്ലാത്ത, വിശ്വാസിയല്ലാത്ത ഒരു സ്ത്രീയെ ശബരിമല കയറ്റുവാൻ ആരാണ് പരിശ്രമിച്ചത്? കനകദുർഗയെയും ബിന്ദുവിനെയും ശബരിമല കയറ്റിയത് ആരായിരുന്നു? എന്തായിരുന്നു കേരളത്തിലെ ഹൈന്ദവ സമൂഹവും അയ്യപ്പന്റെ വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ചെയ്ത തെറ്റ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, സരസ്വതി ദേവിയുടെയും ഭാരതമാതാവിൻ്റെയും ഉടുതുണിയില്ലാത്ത ഫോട്ടോ SFIയുടെ കുട്ടികളാണ് വരയ്ക്കുന്നത്. ബി ഫസ്റ്റുകൾ കേരളം മുഴുവൻ നടത്തിയത് ആരായിരുന്നു? DYFI ആയിരുന്നു. പശുവിനെ ഹിന്ദുക്കൾ ആരാധിക്കുന്നു, അതിനെ കൊന്ന് അത് ബിരിയാണിയാക്കി ആളുകൾക്ക് വിതരണം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അത് അറിവില്ലായ്മ കൊണ്ട് കണ്ണൂരിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു വാഹനത്തിലിട്ട് പശുക്കിടാവിൻ്റെ കഴുത്തറത്തു. അതിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തില്ല. തീർന്നില്ല, അഖിലേന്ത്യാ കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. ഭാരതത്തിലെ 24 സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചതിൽ 21 സംസ്ഥാനത്തും കോൺഗ്രസ് ആണ്. ഇപ്പം കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ അവർ ചിലപ്പോൾ കുറി തൊടില്ല, അല്ലെങ്കിൽ ഹിന്ദുവാണെന്ന് പറയില്ല. പക്ഷെ ഉത്തരഭാരതത്തിൽ പോകുമ്പോൾ വലിയ കുറി ഉണ്ടാവും, കയ്യിൽ വലിയ ചരടുണ്ടാവും. കാരണം അത് വ്യക്തിത്വമില്ലായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കോൺഗ്രസ്സുകാർ ഹിന്ദു വിരുദ്ധമായിട്ട് കേരളത്തിൽ മുമ്പേ ചെയ്തത്. ചില നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, റിജിൽ പൂക്കുറ്റിയെ പോലെയുള്ള വിവരം കെട്ട നേതാക്കന്മാർ പശുവിനെ അറത്തു, ഈ കാര്യങ്ങൾ ഒറ്റപ്പെട്ടതാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും സംഘടിതമായിട്ട് ഹൈന്ദവ ധർമ്മത്തിനും സനാതന ധർമ്മത്തിനുമെതിരെ ഇപ്പോഴും സംസാരിക്കുകയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 92ാമത് വർക്കല ശിവഗിരി സമ്മേളനത്തിൽ ചെന്നിട്ട് പറഞ്ഞത് സനാതന ധർമ്മം വളരെ അപകടകരമാണ്, അതിൻ്റെ ആളായിട്ട് ശ്രീനാരായണ ഗുരുദേവനെ പ്രതിഷ്ഠിക്കുവാൻ പരിശ്രമിക്കുന്നു, ചാതുർവർണ്ണ വ്യവസ്ഥിതി, അതുപോലെ തന്നെ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. നമ്മുടെ
വല്ലാത്തൊരു കണ്ടുപിടുത്തം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ 3-ാമത്തെ വരി ഞാൻ കണ്ടുപിടിച്ചു. 4-ാമത്തെ വരിയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പക്ഷേ 3-4 വരികൾക്ക് മേലെ 1-2 വരികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവരെല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഉപദേശികൾ എഴുതി കൊടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എക്കാലത്തും ഹിന്ദുവിരുദ്ധമാണ്. ഇവിടെ TG മോഹൻദാസ് സാറ് പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? കെ ദാമോദരൻ എന്ന് പറഞ്ഞപ്പോൾ ആ ദാമോദരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുവിനെ കണ്ട ആളാണ്. ഒരു പരിധിവരെ ഹൈന്ദവ ആശയങ്ങളോട് വലിയ ഒരു അറിവുള്ള ആൾ കൂടിയാണ് കെ ദാമോദരൻ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കെ ദാമോദരൻ ഒരിക്കലും ഹിന്ദുവാകുവാൻ കഴിയില്ല, കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഹിന്ദുവാകുവാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസം. അപ്പോൾ ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മതത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല, ദൈവത്തിലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനായ കെ ദാമോദരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, ഇത് രണ്ടും നിൽക്കില്ല. ഈ വായുവും വെള്ളവും ഒരു കുപ്പിയിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വരാജ് മുന്നോട്ട് വച്ച ഒരു കാര്യം, വലിയ ബുദ്ധിജീവി എന്ന നാട്യേന അദ്ദേഹം പറയുന്ന ചോദിക്കുന്ന PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ ഇതാരാണ് പറഞ്ഞത്? അത് പറഞ്ഞത് C കേശവനാണ്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമായ എല്ലാ ചിന്തകളെയും ഉയർത്തിക്കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവനെ നിരീശ്വരവാദിയാക്കിയത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾ ഒരു 40 കൊല്ലം മുമ്പ് ഈ ഇരുമുടിക്കെട്ടിൽ ഉണക്ക് മത്സ്യവുമായിട്ട് ശബരിമലക്ക് പോയി. അതുപോലെ വളയം പഞ്ചായത്തിൽ ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഒരു സ്വാമിയുടെ മാല പൊട്ടിച്ചിട്ട് ആട്ടിൻ കാഷ്ടം കൊണ്ട് മാല ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നടത്തിയ കലാപരിപാടികളാണ്. അത് ഇന്നും തുടരുന്നതാണ്. അപ്പോൾ ഹിന്ദു വിരുദ്ധമാണ് കമ്മ്യൂണിസം. ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാറില്ല. അവിടെയാണ് ഒറ്റപ്പെട്ട C കേശവനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പിടിക്കാതെ അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്ത് അമ്പലങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അതെല്ലാം കാട് കയറി മുടിഞ്ഞു. അവസാനം RSSന്റെ പ്രവർത്തകന്മാർ അവിടെ ചെന്ന് ആ കാടൊക്കെ ചെത്തി വൃത്തിയാക്കിയപ്പോൾ അന്തിക്കമ്പല മുറ്റത്ത് 6 അടി മുളവടി കുറുവടി ഏന്തി കവാത്ത് ചെയ്യും RSS ഈ മുദ്രാവാക്യവും DYFIക്കാരൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇന്ന് അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവൻ മുഴുവൻ ശബരിമലക്ക് പോകുന്നു, അവൻ അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. വളരെ സന്തോഷമാണ്. ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുത്വത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സ്വരാജിനും സാധ്യമല്ല എന്നറിയുക. അതുകൊണ്ട് ഒരു വലിയ ചർച്ചയിൽ നടന്ന ചെറിയ ബിറ്റുകളൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടിട്ട് എന്താണ് TG മോഹൻദാസ് സാർ പറഞ്ഞത് എന്ന് പൂർണ്ണമായിട്ട് ചർച്ച കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളല്ല C കേശവൻ എന്നതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും വിസ്മരിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.